പൂക്കോട്ട് വെറ്റിനറി കോളേജിലെ വിദ്യാർത്ഥി സിദ്ധാർത്ഥിന്റെ ആത്മഹത്യയിൽ 6 പേർ കസ്റ്റഡിയിൽ. സിദ്ധാർത്ഥിനെ മർദ്ദിച്ചവരെയാണ് കസ്റ്റഡിയിലെടുത്തത്. 6 പേരുടെയും അറസ്റ്റ് ഇന്ന് രേഖപ്പെടുത്തും. ഒളിവിലുള്ള 12 പേർക്കായി അന്വേഷണം തുടരുന്നു. MG പ്രതീഷാണ് ചേരുന്നത്. പ്രതീഷ്, ഈ ആത്മഹത്യ എന്നുള്ള ഒരു പ്രയോഗം തന്നെ ശരിക്കും പറഞ്ഞാൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ അതിക്രൂരമായ മർദ്ദനത്തിന് സിദ്ധാർത്ഥിനെയായിരുന്നു. അതുപോലെ കുടുംബവും ആ രീതിയിൽ ആരോപണം തുടക്കം മുതൽ ഉന്നയിക്കുന്നതാണ്. ഇപ്പോൾ ഈ 6 പേരെ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾ എന്തെല്ലാമാണ്? മറ്റുള്ള ഒളിവിലുള്ളവർക്കായുള്ള അന്വേഷണം ഏത് രീതിയിൽ പോകുന്നു? സ്മിത സൂചിപ്പിച്ചതുപോലെ തന്നെ ആദ്യഘട്ടത്തിൽ കുടുംബം ഉന്നയിച്ച ആരോപണങ്ങൾ സാധൂകരിക്കുന്ന ഓരോ വിവരങ്ങളും ഓരോ തെളിവുകളുമാണ് പുറത്തു വരുന്നത്. കാരണം സിദ്ധാർത്ഥ ഈ കഴിഞ്ഞ 18-ാം തീയതിയാണ് ആത്മഹത്യ ചെയ്തതായി കണ്ടെത്തുന്നത്. പിന്നാലെ കുടുംബം ആരോപണവുമായി രംഗത്ത് വന്നിരുന്നു. സീനിയർ വിദ്യാർത്ഥികളും സഹപാഠികളും ചേർന്ന് സിദ്ധാർത്ഥിനെ ക്രൂരമായി മർദ്ദിച്ചുവെന്ന ആരോപണമാണ് പുറത്തു വന്നത്. ഇതിന് പിന്നാലെയാണ് ഈ പോലീസ് വിശദമായ അന്വേഷണം നടത്തുകയും സിദ്ധാർത്ഥിന് ക്രൂരമായി മർദ്ദനമേറ്റു എന്നുള്ള വിവരം അന്വേഷണ സംഘത്തിന് ലഭിക്കുകയും ചെയ്തത്. ആദ്യഘട്ടത്തിൽ ഇതിന്റെ അടിസ്ഥാനത്തിൽ റാഗിംഗ് നിരോധന നിയമപ്രകാരം 12 വിദ്യാർത്ഥികളെ പ്രതി ചേർത്ത് കേസ് രജിസ്റ്റർ ചെയ്യുകയും അന്വേഷണം നടക്കുകയുമായിരുന്നു. അതിനിടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും പുറത്തു വന്നു. ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലും സിദ്ധാർത്ഥിന് ക്രൂരമായി മർദ്ദനമേറ്റതിന്റെ തെളിവുകൾ ലഭിച്ചിരുന്നു. കാരണം ഈ മരിക്കുന്നതിന് മുമ്പ് 2 ദിവസം പഴക്കമുള്ള പരിക്കുകളാണ് സിദ്ധാർത്ഥിന്റെ മൃതദേഹത്തിൽ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ക്രൂരമായി മർദ്ദനമേറ്റെന്നും കോളേജിൽ വെച്ച് പരസ്യ വിചാരണ നടത്തി എന്നതടക്കമുള്ള വലിയ കണ്ടെത്തലുകളാണ് ഇപ്പോൾ അന്വേഷണ സംഘത്തിന്റെ ഭാഗത്ത് അല്ലെങ്കിൽ അന്വേഷണ സംഘത്തിന് ലഭിച്ചിരിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് നിലവിൽ 6 വിദ്യാർത്ഥികളെ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. ഈ 6 വിദ്യാർത്ഥികളും ഇതേ കോളേജിൽ പഠിക്കുന്നവരാണ്. സിദ്ധാർത്ഥിന്റെ സഹപാഠികളൊപ്പം സീനിയർ വിദ്യാർത്ഥികളടക്കം ഈ 6 പേര് വിദ്യാർത്ഥികളടക്കം ഇതിൽ ഉൾപ്പെടുന്നു എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. ഈ മർദ്ദനത്തിൽ നേരിട്ട് പങ്കെടുത്തവരാണ് ഇപ്പോൾ കസ്റ്റഡിയിലുള്ളവരെന്നും മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ഇവരുടെ അറസ്റ്റ് ഇന്ന് തന്നെ രേഖപ്പെടുത്തുമെന്നതാണ് പോലീസിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. എന്തായാലും വലിയ തരത്തിലുള്ള ഒരു പ്രതിഷേധം ഈ മരണവുമായി ബന്ധപ്പെട്ട ഉണ്ടായിട്ടുണ്ട്. പ്രതിപക്ഷ നേതാവ് അടക്കം വലിയ വിമർശനം ഉന്നയിച്ചിട്ടുണ്ട്. കസ്റ്റഡിയിലെടുത്ത 6 പേരുടെയും അറസ്റ്റ് ഇന്ന് രേഖപ്പെടുത്തും. ഒളിവിലുള്ള 12 പേർക്കായുള്ള അന്വേഷണം തുടരുന്നു. MG പ്രതീഷാണ് വിവരങ്ങളുമായി ചേർന്നത്.